ഭീകരവാദികളെ സഹായിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു പാക് പ്രതിരോധ മന്ത്രി നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ടെന്നാണ് ഖ്വാജ ആസിഫ് വെളിപ്പെടുത്തിയിരുന്നത്. പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ നിരന്തരം ആരോപണം ഉയർത്തുന്നതിനിടയിലാണ് പാക് മന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലും. എന്നാൽ ഭീകരവാദികളെ സഹായിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായതിന് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നുവെന്നാണ് മന്ത്രിയുടെ ന്യായീകരണത്തിലുള്ളത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രവൃത്തി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതൊരു വലിയ തെറ്റായിരുന്നുവെന്നും പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ നേരിടുകയാണെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു. സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ യുദ്ധത്തിലും അമേരിക്കയ്ക്കൊപ്പം പങ്കുചേർന്നില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാന് മികച്ച പ്രതിച്ഛായ ഉണ്ടാകുമായിരുന്നുവെന്നും ഖ്വാജ ആസിഫ് വെളിപ്പെടുത്തി. സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ അധിനിവേശത്തിനെതിരെ അമേരിക്ക ഭീകരവാദികളെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തിയെന്ന് ഖ്വാജ ആസിഫ് പറയുന്നുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണെന്ന ഇന്ത്യയുടെ ആരോപണം മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബ ഇപ്പോൾ നിലവിലില്ല. ഇന്ത്യയിൽ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പഹൽഗാം ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നും വർഷങ്ങളായി പാകിസ്ഥാനും ഭീകരാക്രമണങ്ങളുടെ ഇരയാണെന്നും പാക് മന്ത്രി പറഞ്ഞു. ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ആണവായുധം കൈവശമുള്ള രാജ്യമാണെന്ന് പാക് മന്ത്രി മുന്നറിയിപ്പ് നൽകി. പഹൽഗാമിലെ ആക്രമണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തി തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് മറുപടിയായാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണവും വന്നത്. പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി നയതന്ത്രത്തിലും വ്യാപാര തലത്തിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു.